സ്ട്രോങ് റൂമിലെ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ, ജയശങ്കർ? അതായത് ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ജസ്റ്റിസ് ശങ്കരൻ ആറന്മുളയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ട്രോങ് റൂമിൽ പരിശോധനയ്ക്കെത്തിയത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ പരിശോധന. നിലവിൽ ഈ മഹസറിൽ രേഖപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന കാര്യമാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധന നിലവിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം ഇന്നത്തെ പരിശോധന അവസാനിപ്പിക്കും. തുടർന്ന് നാളെ രാവിലെയും ജസ്റ്റിസ് ശങ്കരൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ വിജിലൻസ് SP ഒപ്പം തന്നെ ദേവസ്വത്തിൻ്റെ സ്മിത്ത്, തിരുവാഭരണം കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മുരാരി ബാബുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം നൽകിയ പ്രൊഡക്ഷൻ വാറന്റുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെ 28-ാം തീയതി കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. അന്ന് എന്തായാലും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കോടതി ഒരു അന്തിമ തീരുമാനം എടുക്കും. ഈ കോടതി കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുത്തി ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് അന്വേഷണ സംഘം നിലവിൽ ആലോചിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി 30-ാം തീയതി അവസാനിക്കും. ഒരു കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ കുറച്ചധികം നേരം വേണമെങ്കിൽ, അധികം ദിവസം വേണമെങ്കിൽ രണ്ടാമത്തെ കേസിലെ അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുക എന്നൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം സ്വാഭാവികമായും കടക്കും. എന്തായാലും 28-ാം തീയതി വീണ്ടും മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ അനുവദിക്കാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യുക. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.